ഹായ് ഫ്രണ്ട്സ്, റിഫ മേനു. ഈ പേര് ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ലല്ലേ? കാരണം 2 വർഷം മുന്നേ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല നമ്മുടെ റിയൽ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി. സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയിലെ അവർ രണ്ടുപേരെ റിഫയും മെഹനാസിനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. പുറമെ നിന്ന് കാണുന്ന ഏതൊരാൾക്കും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിതമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പല ആളുകളും വിചാരിച്ചിട്ടുണ്ടാവും, എന്താ പറയുക, ഭയങ്കര സ്നേഹം അവർക്കിടയിൽ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെല്ലാം അവരുടെ നല്ല നല്ല വാർത്തകളായിരുന്നു അല്ലേ? അത് കാണുന്ന നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവരുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് പോകുന്നൊരു ഫാമിലിയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ, ഏകദേശം 2 വർഷത്തിന് മുന്നേ, റിഫ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നു. ആ ഒരു വാർത്ത ആദ്യമായിട്ട് പുറത്ത് വിടുന്നത് തന്നെ അവരുടെ തന്നെ റിഫ മേനുവിൻ്റെ ഒരു ചാനൽ പേജിൽ നിന്ന് തന്നെയാണ്. അതും പുറത്ത് വിടുന്നത് മെഹനാസാണ് ഈ ഒരു വാർത്ത, റിഫ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ മലയാളികളും ഇവരെ അറിയുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേട്ടിട്ട് ആകെ നെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി അല്ലേ, പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളും നെട്ടിപ്പോയിട്ടുണ്ടാവും. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു എന്താ പറയുക, നമ്മൾ ആരും ഒരു സംശയത്തോടു കൂടി നോക്കിയിട്ടുണ്ടാവും എന്താണ് പറ്റിയത്, അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും സംശയം മെഹനാസിൽ തന്നെയായിരുന്നു. ഇന്ന് ഈ നിമിഷം വരെ എല്ലാവരും മെഹനാസിനെ തന്നെയാണോ ഒരു കാര്യത്തിൽ കുറ്റം പറയുന്നത്. അവരെ അറിയുന്ന ഒരാളുകൾ അല്ലെങ്കിൽ റിഫയെ സ്നേഹിക്കുന്ന ആളുകൾ ഇന്ന് ഈ നിമിഷം വരെ മെഹനാസിനെ തന്നെയാണ് കുറ്റം പറയുന്നത്. അവൻ തന്നെയാണ് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇന്നും ആ ഒരു കേസിന് വിധി വന്നിട്ടില്ല എന്നതാണ്. അതിപ്പോഴും ആ ഒരു കേസ് കോടതിയിൽ വിളിച്ചിട്ടില്ല, മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത് മെഹനാസിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് മെഹനാസ് വേറൊരു വിവാഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെഹനാസ് വിവാഹം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹം ചെയ്ത ഒരു പെൺകുട്ടിക്ക് പിന്നാലെ കുറേ സൈബർ അറ്റാക്ക് വന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് തന്നെ അപ്പോൾ ഈ ഒരു കുട്ടി അതിന് പറയുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഈ കുട്ടി ഇതിനെക്കുറിച്ചിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെഹനുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ ഒളിച്ചോടി വന്നതോ അങ്ങനെ ഒന്നല്ല. മെഹനുവിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മെഹനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്? മെഹനു ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല, റിഫയെ അവനൊന്നും ചെയ്തിട്ടില്ല, റിഫ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. റിഫയെ ഇവനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ റിഫ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ഈ ഒരു കേസ് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും റിഫൻ്റെ ഒരു മരണത്തിന് പിന്നാലെ അത് മെഹനാസ് തന്നെയാണ് അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. അതിനുമായിട്ടുള്ളൊരു വോയിസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, ഒരു വോയിസ് ക്ലിപ്പ് 2 വർഷം മുന്നേ. ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി നമുക്കൊന്ന് കേട്ട് വെക്കാം. ഏറ്റവും വലിയ വിഷയം നിറം തല്ലിയിട്ടുണ്ടാവില്ലല്ലോ. ഈ വെള്ളിന്റെ ഈ കൂരില്ലേ, മറ്റേ നമ്മള് ഗുസ്തികളൊക്കെ കാണൂലേ, ഇത് തല്ലുന്നത് അതുവഴി ഇവിടെ ഒന്ന് ഇടക്ക നമുക്ക് ട്രെയിനുള്ള കൂടുതല ഇവിടെ നടുവിന് നമ്മുടെ ശരീരം ഏറെ തളരുന്നു ആടെയാണ് മനസ്സിലൊരാളെ വെറുത്താല് അയാളെ ഒന്ന് കൈപ്പിടിക്കാൻ പോലും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. മനസ്സിലാക്കി എന്റെ നയനൊപ്പം ഇതിനിടക്ക് ചങ്ങായിന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കാൻ പറഞ്ഞു. ഞാൻ പിടിച്ചിട്ട് ഇറിറ്റേഷനാണ്. അഭിനയിക്കാനാണ് ഒരു കാലം ചോദിച്ചിട്ട് ഞാൻ സൈക്കിള് പഠിച്ചോണ്ട് കഴിക്കണം. 20 വയസ്സായിട്ടുള്ള എനിക്കിപ്പോ ഇനിയിപ്പോ കാലകാലം മേന ഇങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ എന്തിന് ഞാനിങ്ങനെ ആളെ മുമ്പ് ഞാന് വേനോട് സൗത്ത് ചെയ്യൂല. അത് നീ മനസ്സിലാക്കുക. നമുക്ക് ആൾക്കാരെ അറിയിച്ചിട്ട് വേനോട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല. വേനിപ്പോ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അതാണ് വേനുവിന്റെ അടുത്ത് ഒരുപാട് പലർക്കും പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞിട്ട ഇത്ര പോലും വലിയ വിഷയത്തിൽ അതന്നെയാണ് 8ാം ക്ലാസ്സിന്റെ കുട്ടിയല്ല. അതുകൊണ്ട് എനിക്കിപ്പോ എന്റേതായ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ജീവിക്കുന്നുള്ള കോൺഫിഡൻസ്. എന്തെങ്കിലും ഒരു ജോബ് ആക്കിയാൽ മതി, ആ ജോബിൽ കയറാൻ ജീവിക്കാൻ. എത്രയോ ആള് ജീവിതമായിട്ട് ജീവിക്കുന്നു. റിഫ തൻ്റെ സഹോദരനോട് പറയുന്ന ഒരു വോയിസാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ റിഫ പറയുന്നുണ്ട് മെഹനാസ് തന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, മർമ്മ സ്ഥലങ്ങളിലൊക്കെ ഇട്ട് ഇടിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. റിഫയോട് അത്രയും സ്നേഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തിനിങ്ങനെ റിഫയെ ഉപദ്രവിക്കാൻ നിൽക്കണം അല്ലേ. അപ്പോൾ ഈ റിഫാന് മെഹനാസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണം ഒന്നും ഉണ്ടാവില്ലല്ലേ. റിഫാനെ ഇപ്പോൾ അവനെ ഉപദ്രവിച്ച് എന്ന് പറയുന്ന ഒരു വോയിസിൽ അത് കേട്ടാൽ തന്നെ ഏതൊരു ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും ഇതിന് പിന്നിൽ മെഹനാസ് എന്തായാലും
റിഫയുടെ ആത്മഹത്യക്ക് പിന്നിൽ മേനാസിൻ്റെ പങ്ക് എന്തായാലും ഉണ്ട്. മേനാസിൻ്റെ പിന്നിലുള്ള കേസ് എന്ന് പറയുന്നത് തന്നെ എന്താണെന്നറിയോ? റിഫയുടെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അല്ലെങ്കിൽ ആത്മഹത്യയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് എന്താ പറയുക, പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ വിവാഹം കഴിച്ചു, മേനാസിൻ്റെ പേരിലുള്ള കേസാണ്. പിന്നെ രണ്ടാമത് ആത്മഹത്യാ പ്രേരണ കുറ്റം. ഇത് രണ്ടാണ് ഇപ്പോൾ നിലവിൽ മേനാസിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത്. ഇതിൽ കാരണക്കാരനായതുകൊണ്ടാണല്ലോ ഈ ഒരു കുറ്റം അവൻ്റെ പേരിൽ വന്നത്. ഇനി ആരൊക്കെ തന്നെ ഇവൻ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇവൻ അതിൽ തീർച്ചയായിട്ടും പങ്കുണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്.